നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് സ്ട്രെസ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എക്സാമിന് ഒരു മാർക്ക് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക ടൈപ്പ് ഓഫ് സ്ട്രെസ്. ഇനി 3 മാർക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? അപ്പോൾ 2 വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വേർഡ് ബൈ എഴുതിയ ശേഷം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രം കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു എലമെൻ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു ബാർ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബാർ എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഇങ്ങനെ. ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ 2 ഫോഴ്സ്, ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കൂടും അല്ലേ? അപ്പോൾ ലെങ്ത് കൂടുന്നതിന് കാരണം ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടെൻസൈൽ ഫോഴ്സ് പറയുകയാണ്. സോ ടെൻസൈൽ ഫോഴ്സിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദ ലെങ്ത്. ഓക്കെ, ശരി. അപ്പോൾ അത് കാരണമുള്ള സ്ട്രെസ്സാണ് ഇവിടെ നോക്കുക. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെ റെസ്റ്റിംഗ് ഫോർ ഡെവലപ്പ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഇതിനൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഏരിയ എന്തുമാത്രം റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് സാധാരണ ഈ സിഗ്മ ടി സഫിക്സ് ആയിട്ട് ടി എഴുതാറുണ്ട്. സിഗ്മ ടി ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് എഫ് ആണ്. ആ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ക്രോസ് സെക്ഷൻ എയുമാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? എഫ് ബൈ എ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക? ടെൻസൈൽ സ്ട്രെസ്. സോ ദിസ് ഇസ് കോൾഡ് ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സിൽ സാധാരണ എന്തായിരിക്കും ഡെവലപ്പ്, എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? ലെങ്ത് ചേഞ്ച് ഉണ്ടാവും. സോ ഇത് കാരണം നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ലെങ്ത് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും ഈ ബാർ എലമെൻ്റ് ഇരുന്നുണ്ടാവാം. ആഫ്റ്റർ ദ എക്സ്റ്റൻഷൻ നമ്മൾ ഫോഴ്സ് കൊടുത്ത ശേഷം അതെങ്ങനെയായി മാറും? ഇങ്ങനൊരു ഷേപ്പിലേക്ക് മാറും. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എലോങ്ങേറ്റ്. അപ്പോൾ ഇനിഷ്യൽ ലെങ്ത് എൽ ആയിരിക്കും, അല്ലെങ്കിൽ L0 ആയിരിക്കും. ആ ലെങ്ത് എന്ന് പറയുന്നത് മറ്റൊരു ലെങ്ത് L ഡാഷിലേക്ക് മാറുന്നുണ്ടാവും. ക്ലിയർ? സോ ദാറ്റ്സ് എ സിറ്റുവേഷൻ. അപ്പോൾ അത് കാരണമുള്ള സ്ട്രെസ്സിനെ, അതിൻ്റെ എലോങ്ങേഷന് കാരണമാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ടെൻസൈൽ സ്ട്രെസ് വിളിക്കും. ശരി, അടുത്ത നമ്മൾ പറയുന്നത് കംപ്രസീവ് സ്ട്രെസ്സാണ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് മീനിങ് പോലെ തന്നെ ഈ ഓബ്ജക്റ്റിനെ കംപ്രസ് ചെയ്യും. സോ എന്ത് സംഭവിക്കും? അതിൻ്റെ ലെങ്ത് കുറയും. അപ്പോൾ ഇങ്ങനെയായിട്ട് മാറും. ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ക്ലിയർ? ഓക്കെ, നമ്മുടെ ഇങ്ങനെ ക്ലിയർ. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ ഫോഴ്സ് എന്താ ചെയ്യേണ്ടത്? അതിനെ കംപ്രസ് ചെയ്യണം. 2 സൈഡിൽ നിന്നും കംപ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യും. അപ്പോൾ ഇനിഷ്യൽ ലെങ്ത് എന്തായിരുന്നു? L0 ആയിരുന്നു അല്ലേ? അതെന്ത് ലെങ്ത് ആയിട്ട് മാറി? L ഡാഷ് ലെങ്ത് ആയിട്ട് മാറി. ഡെഫിനറ്റ്ലി L ഡാഷ് ഈസ് ലെസർ ദാൻ L0 ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ്സിനെ നമ്മൾ എന്ന് വിളിക്കും? കംപ്രസീവ് സ്ട്രെസ് എന്ന് വിളിക്കും. കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, സോ കാൽക്കുലേഷൻ പഴയ പോലെ തന്നെ നമ്മൾ എഫ് ഫോഴ്സ് കൊടുത്തു, ഏരിയ ക്രോസ് സെക്ഷൻ എ ആണ്, അങ്ങനെയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ എഫ് ബൈ എ ആയിരിക്കും ഉണ്ടാകും. സോ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ക്ലിയർ? ഇനി മൂന്നാമത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ്. ഓക്കെ, ഷിയർ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ബാറുണ്ട്, ഇതിനെ നമ്മളൊരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യണം. നമ്മുടെ കയ്യിലൊരു നൈഫുണ്ടെന്ന് എഴുതിക്കും. ഓക്കെ, ഇങ്ങനെ നൈഫുണ്ട് നമ്മുടെ കയ്യിൽ. ഈ നൈഫ് ഉപയോഗിച്ച് നമ്മൾ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് ഞാൻ ഈ സെക്ഷൻ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തില്ല ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അതാണ് കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ് ആയിട്ട് പറയും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ എലമെൻറ്റ്. ഇതിന് പാരലായിട്ട് ഈ സർഫസ്, ടോപ്പ് സർഫസിന് പാരലായിട്ട് ഞാനൊരു ലോഡ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ലോഡ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ലോഡ് നമുക്ക് പറയാം ടാൻജൻഷ്യൽ ലോഡ് എന്ന് പറയാം. ടാൻജൻറ്റ് അല്ലേ? ടാൻജൻറ്റ് എന്ന് പറയാൻ സർഫസ് ടച്ച് ചെയ്യുന്ന പോകുന്നത്. അപ്പോൾ ടാൻജൻഷ്യൽ ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കാരണം ഈ ഓബ്ജക്റ്റ് ഇങ്ങനെ ഡിഫോം ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിഫോർമേഷൻ സംഭവിക്കും. അതായത് അതിൻ്റെ കോൺഫിഗറേഷൻ അഥവാ ഷേപ്പിനാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ഇവിടെ കറസ്പോണ്ടിങ് ഈ ലെയറിൽ, അതായത് ഓരോ ലെയറിലും എന്ത് ചെയ്യും? അഗെയിൻസ്റ്റ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഒപ്പോസിഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുക. അപ്പോൾ ടാൻജൻഷ്യൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ലോഡ് സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്. അതിനെ നമ്മൾ ടോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, ഗ്രീക്ക് ലെറ്റർ. ഇക്വേഷൻ പോലെ തന്നെ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ ശ്രദ്ധിച്ചോണം. നമ്മൾ എവിടെയാണോ ഈ ടാൻജൻഷ്യൽ ലോഡ് കൊടുക്കുന്നത് അവിടുത്തെ ഏരിയ. ഞാൻ 3 ഡയമെൻഷൻ അത് വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ ഒരു ക്യൂബിക്കൽ എലമെൻറ്റ് ഓബ്ജക്റ്റ് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കാൻ പോകുന്നത് ഈ ടോപ്പ് സർഫസിലാണെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ലോഡ് ഇവിടെ കൊടുക്കുക. നമ്മളിങ്ങനെ ടാൻജൻഷ്യലായിട്ട് ലോഡ് ഇങ്ങനെ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ലോഡ് കൊടുക്കുക അല്ലേ? അപ്പോൾ ആ ഏരിയ, ഏത് സർഫസിലാണോ നമ്മൾ ഏരിയ കൊടുത്തിരിക്കുന്നത്, ലോഡ് കൊടുത്തിരിക്കുന്നത്, ആ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് എ ഷിയർ സ്ട്രെസ്. അപ്പോൾ 3 സ്ട്രെസ് നമ്മളിന്ന് പഠിച്ചു. ടെൻസൈൽ, that is trying to elongate the object, tensile stress. അടുത്തത്
നമ്മുടെ കംപ്രസീവ് സ്ട്രെസ് പറഞ്ഞു, കംപ്രസീവ്, ദെൻ ഷിയർ സ്ട്രെസ്. ഇപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഈ 3 കാര്യങ്ങൾ എഴുതുമ്പോൾ എൻ്റെ കാര്യം തന്നെ ടെൻസൈൽ സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാവുക, ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ്, കംപ്രസീവ് സ്ട്രെസ് എപ്പോഴാണ്, കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ ഫിഗറും വരയ്ക്കുക. അതേപോലെ ഷിയർ സ്ട്രെസ്സിനും ഈ ഫിഗർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 3 മാർക്സ് ഉറപ്പായിട്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ക്ലിയർ? താങ്ക് യു.